കഴിഞ്ഞ വർഷം ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു വെച്ച ട്രീയും ഡെക്കറേറ്റ് ഐറ്റംസും ഇത്തവണത്തെ ക്രിസ്മസിന് വേണ്ടിയിട്ട് എടുത്തപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയതായിരുന്നു ഈ കാണുന്ന കച്ചി. കഴിഞ്ഞ വർഷം പുൽക്കൂടുണ്ടാക്കി അതിൽ മിച്ചം വന്ന കച്ചി ഞാൻ എന്തിനോ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ അത് എനിക്ക് ഈ വർഷം ഉപകാരമായി. അപ്പം എന്തായാലും ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുമല്ലേ, അപ്പം നമുക്കൊരു പുൽക്കൂടായിട്ട് വേണ്ടെന്ന് വെക്കണ്ട, അതും കൂടെ ഉണ്ടാക്കാം. കഴിഞ്ഞ വർഷമാണ് ഞാൻ ഫസ്റ്റ് ടൈമായി ആരുടെയും ഹെൽപ്പില്ലാതെ സ്വന്തമായിട്ട് പുൽക്കൂടുണ്ടാക്കിയത്. നേരത്തെ പുൽക്കൂടുണ്ടാക്കി എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം എനിക്ക് നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കിത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഐഡിയയും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളെല്ലാം ആ ഒരു പുൽക്കൂടിന് വന്നിട്ടുമുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അന്നത് മൊത്തത്തിൽ കുളമായി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ്. ഇത് എത്രത്തോളം കറക്റ്റാവും എന്നൊന്നും എനിക്ക് യാതൊരു പിടിയില്ല. കാരണം കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ പുൽക്കൂടിൻ്റെ മിച്ചം വന്ന കച്ചി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ പുൽക്കൂടെല്ലാം ഉണ്ടാക്കി അതിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് സമയം ഒരു ഏകദേശം 7-8 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നല്ല രീതിയിൽ ഇരുട്ടും വീണിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പുൽക്കൂട്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് കച്ചിയൊക്കെ കട്ട് ചെയ്തതാണ്. അതും കൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ പുൽക്കൂട് സെറ്റാകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇഷ്ടമായപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.